ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ ഈ വീക്കെൻഡ് ഒരു മൂവി കാണാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു മൂവി കാണാൻ പോകുന്നത്. ഇത്തവണ രേഖാചിത്രം കാണാമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ കൈൻഡ് ഓഫ് മൂവീസാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ത്രില്ലർ, ആ രീതിയിലുള്ള ഒരു മർഡർ മിസ്റ്ററി, അതൊക്കെയാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂവിയും കാണാൻ നമ്മൾ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നു, ഈ മൂവി കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ ആസിഫ് അലി, അനസ്വര രാജൻ, ഇവർ രണ്ടുപേരുമാണ് ഈ മൂവിയിലെ മെയിൻ ടു ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നത്. ഒരാൾ പ്രസൻറ്റിലും മറ്റേ ആൾ ലോങ് ഗോൺ പാസ്റ്റിലുമാണ്. സോ ഈ പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ മരണവും ഇപ്പോൾ അത് സംബന്ധിച്ച ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ കാണുന്നത്. അതിപ്പോൾ നേരത്തെ സംഭവിച്ചൊരു കാര്യമാണ്. നമുക്ക് പാരലൽ നറേറ്റീവ്സ് ഉണ്ട്. ഇപ്പോഴത്തെ കാര്യവും അന്ന് നടന്ന മർഡറും അതിനോട് നമ്മൾ എങ്ങനെ ലിങ്ക് ചെയ്യുന്നു, പിന്നെ നമുക്ക് എങ്ങനെ ഒരു നോസ്റ്റാൾജിയ ഉണ്ടാവുന്നു പഴയ കാലഘട്ടത്തോട് എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആ കാലത്തെ മൂവീസിൻ്റെ റെഫറൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ മുത്താനംകുന്ന് പിയോ, പിന്നെ ഉണ്ണികളൊരു കഥ പറയാം, അതിൻ്റെയൊക്കെ റെഫറൻസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ മെയിനായിട്ട് വരുന്ന മൂവി കാതോട് കാതോരമാണ്. മമ്മൂട്ടിയുടെ ദേവദൂതർ പാടി എന്നുള്ള പാട്ടുള്ള ആ മൂവി, അതാണ് ഇവിടെ മെയിനായിട്ടും ഫോക്കസ് വരുന്നത്. ആ മൂവിയുടെ സെറ്റിലാണ് ഈ പറയുന്ന മർഡറും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കാണുന്നത് ആസിഫ് അലി ഒരു ഡിസ്ഗ്രേസ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ് പ്ലേ ചെയ്യുന്നത്. ആൻഡ് ഹി ഈസ് കമ്മിങ് ബാക്ക് ടു ഡ്യൂട്ടി. അപ്പോൾ ഇവിടെ മലക്കപ്പാറയിലാണ്, അവിടുത്തെ പോലീസ് സ്റ്റേഷനിലാണ് ഡ്യൂട്ടി കിട്ടുന്നത്. ആ സമയത്ത് തന്നെ വേറൊരാൾ അയാൾ അവിടെ വരുന്നു. അവിടെ വെച്ച് ഒരു കാര്യം റിവീൽ ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലൂടെ. എന്നിട്ട് അയാൾ സ്വയം മരിക്കുന്നു. അപ്പോൾ ആ റിവീൽ ചെയ്യുന്ന കാര്യം, അവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ട്, അയാളിരിക്കുന്നിടത്ത് ഡെഡ് ബോഡി ഉണ്ട്. അത് അവർ പണ്ട് പറയിച്ചതാണ്, അവർ കുറച്ച് പേര് കൂടി പറയിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് കില്ലേഴ്സിനെ ബേസിക്കലി ആദ്യം തന്നെ അറിയാം. കില്ലേഴ്സ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്തവരെ നമുക്ക് ആദ്യം തന്നെ അറിയാം. പക്ഷെ നമുക്കറിയാത്ത കാര്യം ഇത്തവണ ആരാണ് കൊല്ലപ്പെട്ടതെന്നാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ആളുടെ പേരും ആളുടെ ഫേസും. പക്ഷേ നമ്മൾ ഈ കൊല്ലപ്പെട്ട ആൾ എക്സാക്ട്ലി ആരാണെന്നുള്ള കാര്യം എപ്പോഴും ഒരു മിസ്റ്ററിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഒരിക്കലും ആ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമാണ് അവിടെ കാണുന്നത്. ഇങ്ങനെയൊരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഈ മൂവി കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് വേറൊരു മൂവിയാണ്, കോൾഡ് കേസ്. സോ ആ പൃഥ്വിരാജ് മൂവിക്കകത്താണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്കള്ള് കിട്ടുന്നു, എന്നിട്ട് നമ്മൾ അന്വേഷിക്കുന്നു, നേരത്തെ നടന്നൊരു മർഡർ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു മർഡറാണ്. സോ സോൾവിങ് ദിസ് കേസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ആസിഫ് അലി ചെയ്യുന്ന മെയിൻ ക്യാരക്ടർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ തന്നെ ആസിഫ് അലിയുടെ തന്നെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് ബാമാരും പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഒരു ജേർണലിസ്റ്റുണ്ട്. അപ്പോൾ തന്നെ നിഷാന്ത് സാഗർ പ്ലേ ചെയ്യുന്ന പോലീസ് ഓഫീസറും സപ്പോർട്ടിംഗ് ആയിട്ടുണ്ട്. പക്ഷേ ഇവർ ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ആൾ വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ കേസിലൂടെ കൃത്യമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവർ വളരെ എഫിഷ്യൻ്റ് ആണെങ്കിൽ പോലും പല കാര്യങ്ങളും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും കണ്ടുപിടിക്കുമെങ്കിൽ പോലും അത്രയ്ക്ക് അങ്ങ് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, തടസ്സങ്ങളുണ്ട്. സോ ആ രീതിയിലുള്ള തടസ്സങ്ങളെ ഇവർ എങ്ങനെ നേരിടുന്നു, ഈ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ സിറ്റുവേഷനെ അവരെങ്ങനെ ഫേസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. പിന്നെ ഈ മൂവി ത്രില്ലിംഗ് സൈഡിലേക്ക് കിടക്കാത്തപ്പോൾ പോലും നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ മലയാള സിനിമയോടുള്ള ഒരു നോസ്റ്റാൾജിയ എപ്പോഴും ചിരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ കാതോട് കാതോരം എന്ന് പറയുന്ന മൂവി തന്നെ 1985 റിലീസായ മൂവിയാണ്. അപ്പോൾ ഈ 1985 തൊട്ട് ഒരു 1999 വരെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ പലരുടെയും ഫേവറേറ്റ് മൂവീസ് റിലീസ് ചെയ്ത ടൈം അപ്പോഴാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കോട്ട് ചെയ്യുന്ന ഡയലോഗ്സുള്ള മൂവീസും ഏറ്റവും കൂടുതൽ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന മൂവീസും റിലീസ് ചെയ്തത് ആ ടൈം പീരീഡിലാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരെണ്ണത്തിന് റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന മൂവീസ് എല്ലാം റിലീസ് ചെയ്തിട്ടുള്ളത് ഡ്യൂറിങ് ദാറ്റ് ടൈം പീരീഡ് തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ആസിഫ് അലി ആസ് എ പോലീസ് ഓഫീസർ, അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റ് തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ അനശ്വര രാജനാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ പോസ്റ്ററിൽ കണ്ടു
ഒരു പാസ്റ്റിലെ റോൾ എങ്ങനെ പ്ലേ ചെയ്യുന്നുള്ളത്, ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ ആസിഫ് അലിയുടെ ഓപ്പോസിറ്റായിട്ട് കാമായരോടാണെങ്കിൽ പോലും, പിന്നെ വില്ലനായിട്ട് മനോജ് കെ ജയൻ, പക്ഷേ കുറച്ച് നേരം ഉള്ളെങ്കിൽ പോലും നന്നായിട്ട് അതിനകത്ത് പോകുന്നുണ്ട് മുമ്പോട്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ യൂഷ്വൽ വെറ്ററൻ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ നമ്മുടെ സിദ്ദിഖ്, ഇന്ദ്രൻസൊക്കെ നന്നായിട്ട് അവിടെ നമുക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് സീരിയസ് ആയിട്ടുള്ള റോൾസ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നാഷണൽ അവാർഡ് വിന്നിങ് മൂവി ആട്ടത്തിൽ കണ്ട ഇപ്പോൾ സറീൻ ജിയാവാണെങ്കിലും, പിന്നെ മെഹ തോമസ്, പിന്നെ നിശാന്ത് സാഗർ, അവരുടെയൊക്കെ റോൾസൊക്കെ നമുക്ക് വളരെ നോട്ടബിളായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ അതിനകത്തെ സപ്പോർട്ടിങ് കാസ്റ്റ് വളരെ നല്ലതാണ്. ഇപ്പോൾ സായികുമാറുണ്ട്, ഇപ്പോൾ ജഗദീഷ് ആണെങ്കിലും ആസിം സെൽഫ് ഇതിനകത്തുണ്ട്. സോ ഇവരുടെ റോൾസൊക്കെ വളരെ റിക്വയർഡാണ്, അതോടൊപ്പം തന്നെ വളരെ നോട്ടബിളുമാണ്. പിന്നെ നമ്മൾ പഴയ നാശതങ്ങൾ, ആരണ്യകം തുടങ്ങിയ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള സലീം ഇതിനകത്ത് റോളുണ്ട്. അത് നമുക്ക് വളരെ നോസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു എലിമെൻ്റാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹരിശ്രീ അശോകൻ, ടി ജി രവി, ശ്രീജിത്ത് രവി, ഇവരെല്ലാവരും ഇതിനകത്ത് പല റോൾസിലുണ്ട്. സോ ബേസിക്കലി കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വളരെ സ്ട്രോങ് തന്നെയാണ്. പിന്നെ ഇതൊരു ട്രഡീഷണൽ മിസ്റ്ററി ആയിട്ട് നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും ഒരു ജേണി ത്രൂ ഹിസ്റ്ററി, ജേണി ത്രൂ നോസ്റ്റാൾജിയ, നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ് ഓഫ് ദ പാസ്റ്റ്, ഇതെല്ലാം വെച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആലോചിക്കാതെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് മൂവി തന്നെയാണ് ഇത്. ഓക്കെ, താങ്ക് യു.